ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെ കൺമണിയെ കണ്ടുമുട്ടലായിട്ടോ അച്ഛൻ ചെയ്യുന്നത്. അങ്ങനെ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പോൾ കൺമണിയോട് എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ വീട് തിരിച്ചെടുക്കാൻ സാധിക്കുമോ മോളെ എന്ന് ചോദിക്കുന്നു. അതൊക്കെ കഴിയും അച്ഛാ, അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് ആ ഉണ്ണി തിരുമേനി വരിക കേട്ടോ. അതിനുശേഷം തന്നെ കൺമണി ചേച്ചി എന്ന് വിളിച്ചിട്ട് വരുന്നുണ്ട്. ചേച്ചി അന്വേഷിച്ച് ആ ക്രിസ് സാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിനക്ക് എങ്ങനെയാ ക്രിസ് സാറിനെ അറിയാമെന്ന് ചോദിക്കുമ്പോഴത്തേനും അതൊക്കെ എനിക്ക് മനസ്സിലായി. ചേച്ചി അന്ന് ഇവിടുന്ന് പോയപ്പോഴത്തേനും സാർ വളരെയധികം കുറ്റബോധത്തോടു കൂടി തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. നല്ലപോലെ സംസാരിച്ചു. പാവം സാറാണ്. ചേച്ചി ഒരുപാട് ഇഷ്ടമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു. അപ്പോഴത്തേനും അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇതാരാ മോളെ എന്ന് പറയുന്നു. ഇവിടുത്തെ ശാന്തിയാണ് അച്ഛാ. ശാന്തി ഇവിടുത്തെയോ ചോദിക്കുന്നുണ്ട്. എൻ്റെ മുത്തശ്ശനായിരുന്നു ഇവിടുത്തെ ശാന്തി. മുത്തശ്ശന് വയ്യാത്തത് കാരണം ഞാനാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ മുത്തശ്ശനെ ഞാൻ ഇവിടെ കണ്ടല്ലോ. മുത്തശ്ശൻ വരുള്ളൂ, അല്ലാതെ മുത്തശ്ശൻ ഇവിടെ ശാന്തിപ്പണിക്ക് നിൽക്കാറില്ല എന്ന് പറയുന്നു കേട്ടോ. പക്ഷേ അങ്ങനെയല്ലല്ലോ. പക്ഷേ അതൊന്നും അല്ല അച്ഛാ. അച്ഛനൊന്നും മിണ്ടാണ്ടിരുന്നു. അച്ഛൻ മറന്നു പോയിരിക്കും. പുണ്യത്തിരുമേനി എന്നെ ഇവിടുത്തെ ശാന്തി എന്നൊക്കെ കൺമണി തിരുത്തി പറയാൻ നിൽക്കുക കേട്ടോ. അതിനുശേഷം തന്നെ പറയുന്നുണ്ട്, തിരുമേനി പറയുന്നുണ്ട്, എന്തായാലും കൺമണി ചേച്ചിയുടെ പ്രശ്നങ്ങളൊക്കെ മാറും. വൈകാതെ തന്നെ എല്ലാത്തിനും ഒരു പരിഹാരം വിഘ്നേശ്വരൻ കാണിച്ചു തരുമെന്ന് പറയുന്നു. അങ്ങനെ കയ്യിലുള്ള പ്രസാദം കൺമണി ചേച്ചിക്കും അച്ഛനും ആയിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. മോൻ നല്ല കുസൃതിയാണല്ലോ. വിഘ്നേശ്വരനും കുസൃതിക്കാരനല്ലേ? അദ്ദേഹം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളല്ലേ? അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല അച്ഛ. ഞാൻ എന്തായാലും ശാന്തിക്ക് നിൽക്കട്ടെ, നിങ്ങൾ സംസാരിക്കുന്നു പറയുന്നു. നല്ല തേജസ്സുള്ള കുട്ടി, അവനോട് സംസാരിച്ചപ്പോൾ സമാധാനമായതുപോലെ തോന്നുന്നു എന്ന് പറയാം കേട്ടോ. ശരിയാണ്, എനിക്ക് ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ഒരു സമാധാനമാണ് അച്ഛാന്ന് പറയുന്നു. അങ്ങനെ കരീം സാഹിബും ദേവജിയും കണ്ടുമുട്ട അലികയിൽ വെച്ചിട്ട് തന്നെ ഒരുപാട് കാലമായി നമ്മൾ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ കൃഷ് അങ്ങോട്ട് വരുന്നു. ഇതാരാന്ന് മനസ്സിലായോ എന്ന് ചോദിക്കും ദേവ്ജി. പിന്നല്ലാതെ ഇതാണ് കൃഷ് എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ ഇതാണ് കരീം സാഹിബ്. കരീം സാഹിബ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഏകദേശം. ഇനി കാര്യങ്ങളൊക്കെ സാഹിബ് നോക്കിക്കോളും. നമ്മൾ അതിൽ ഇടപെടാൻ സാഹിബ് അനുസരിക്കുകയേ ഇല്ല എന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേനും പറയുന്നുണ്ട്, ഈ സാഹിബ് എന്തായാലും അലകയിലൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞെത്തും എല്ലാ കാര്യത്തിനും. കാരണം സാഗറും കരീം സാഹിബും ഒപ്പമുള്ള ആളുകളാണ്. ഇവരുടെ അച്ഛനായിട്ടുള്ള പരിചയമാണ് ഇവർക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അലിഗയിലേക്ക് എന്ത് പ്രശ്നം വന്നാലും ഈ ആളുണ്ടാവുമെന്ന് പറയുന്നു. പിന്നെ കൺമണിയുടെ കാര്യമാണെങ്കിൽ ഞങ്ങൾ എന്തായാലും തീരുമാനമെടുത്തു. ആ കുട്ടിക്ക് ആ ഒരു വീടും സ്ഥലവും തിരിച്ചു കൊടുത്തതിന് ശേഷം സാഹിബ് ഇവിടുന്ന് പോവുള്ളൂ. പിന്നെ ദേവ് സാർ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോളൂ. എനിക്ക് ആർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയണ്ടേ. കൺമണിക്കുട്ടിയെ എനിക്കൊന്ന് കാണിച്ചു തരാമെന്ന് പറയുന്നു. മടിക്കണ്ട, അവന് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കട്ടോ ചെയ്യുന്നത്. ഇവൾ കൺമണിയല്ലല്ലോ, സൂപ്പർ കൺമണിയല്ലേ എന്ന് പറയുന്നു കേട്ടോ. ഒരു പാവാണെന്ന് പറയുന്നു. അതെനിക്ക് മനസ്സിലായി. അതിനു വേണ്ടിയിട്ടാണല്ലോ പടച്ചവൻ ഒരു രാജകുമാരൻ ഇവിടെ സൃഷ്ടിച്ചത്, അവൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞാനിവിടെ തിരിച്ചു പോകുമ്പോഴേക്കും അവളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിക്കൊടുത്ത് അവളുടെ ആധാരം കയ്യിൽ കൊടുത്തതിന് ശേഷം തന്നെ കരീം സാഹിബ് ഇവിടുന്ന് പോവുള്ളൂ എന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ബലരാമനെയും അതുപോലെ ആ ക്രിമിനൽ ലോയറിനെ ആട്ടോ കാണിക്കുന്നത്. അദ്ദേഹം വന്നതിന് ശേഷം തന്നെ നിനക്ക് 2 ആഴ്ചത്തിനുള്ളിൽ നിനക്ക് എന്തായാലും ജാമ്യം കിട്ടും, നീ പുറത്ത് വരും. അതോടുകൂടി തന്നെ നിൻ്റെ ഒരുവിധ പ്രശ്നങ്ങളൊക്കെ മാറും. പിന്നെ ജന്മം നൽകിയ ആ അച്ഛനും അമ്മയോട് പ്രതികാരം തീർക്കാനല്ലേ പുറത്തിറങ്ങിയ ആ ദിവസം തന്നെ നിനക്ക് ഞാൻ ആ പേരുകൾ പറഞ്ഞു തരും. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് അതിനുള്ള മനക്കരുത്തുണ്ടാവട്ടെ എന്ന് പറയാം കേട്ടോ. അതിനുശേഷം ബലരാമൻ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും ഞാൻ എന്നെ വെറുക്കുന്നത് പോലെ തന്നെ ഒരു അച്ഛനും അമ്മയും കൂടെ എന്നെ വെറുക്കുന്നുണ്ട്. അതാരെയും ചോദിക്കുമ്പോൾ സുജാതയും സാഗറുമാണ്. അവരോട് ഞാൻ അറിയാതെ ഒരുപാട് തെറ്റുകൾ ചെയ്തു, അവരെന്നെ വെറുത്തു. ഇനി ഇറങ്ങിയ ഉടനെ തന്നെ അവരുടെ കാല് പിടിച്ച് എനിക്ക് മാപ്പ് പറയണമെന്ന് പറയുന്നു. അതൊക്കെ നമുക്ക് ചെയ്യാന്നേ. എന്തായാലും ഇവിടെ വെച്ച് വേറെ ആരെയും കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യണ്ട, ഫോണും യൂസ് ചെയ്യണ്ട. അതൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ലോയർ പോകുന്നു. അപ്പോൾ തന്നെ സഹദേവൻ ഒന്നും കൂടി എരിപിരി മൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും സാർ ഒരു കാര്യം മനസ്സിലാക്കിയോ, ജനിച്ചപ്പോൾ മുതൽ എറിഞ്ഞിട്ട് പോയ ആ അച്ഛനമ്മയും കണ്ടാൽ ആർക്കായാലും പക വരില്ലേ? ഞാനൊക്കെ ആയി നോക്കണം, ഇടിച്ച് ശരിയാക്കുമെന്ന രീതിയിലൊക്കെ പറയുന്നു കേട്ടോ. ബലരാമൻ്റെ മനസ്സിൽ അങ്ങനെ ദേഷ്യവും വാശിയും നിറയ്ക്കാനായിട്ട് ശ്രമിക്കട്ടോ. പിന്നീട് കാണിക്കുന്നത് അനിരുദ്ധനാണ് കേട്ടോ. അനിരുദ്ധനാണെങ്കിലോ കൺമണിയെ കാത്തുകൊണ്ട് നിൽക്കാട്ടോ ചെയ്യുന്നത്. നീ എന്ത് വിചാരിച്ചടി? എന്നെ തല്ലി ചതച്ച്
നീയും ആ കൃഷും ഒന്നായി ജീവിക്കാമെന്നോ? വരുണിനെ നീ തല്ലിച്ചതച്ചു. പക്ഷെ ഞാനൊരു പോലീസ് ഓഫീസറാണ്. ആ കാര്യം കൂടി മറന്നിട്ടല്ലേ നീയൊക്കെ എന്നെ പഞ്ഞിക്കിടാൻ നോക്കിയത്? കൃഷിൻ്റെ കൂടെ നിന്നെയും അകത്തിടേണ്ട കേസാണെന്ന് പറയുന്നു. നരകത്തിലേക്ക് പറഞ്ഞയക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേനും കൺമണി പറയുന്നുണ്ട്, സാറിൻ്റെ കൂടെ ക്രിസ് കൂടെ ഏത് നരകത്തിലേക്ക് പോകേണ്ടി വന്നാലും എനിക്ക് സന്തോഷമുള്ളൂ. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ജീവിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നീ വല്ലാതെ ഇളകണ്ട, നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടെടി എന്നൊക്കെ പറയുന്ന സമയത്തിന് കരീം സാഹിബും അതുപോലെ ആ ഗുണ്ടകളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാണ് സാർ എന്ത് ഈ പെൺകുട്ടികളോട് സംസാരിക്കുന്നത്? നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരോ ആയിക്കോട്ടെ, ഇത് സാറിൻ്റെ പെങ്ങളാണെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ പെങ്ങളൊന്നല്ല എന്ന് പറയുന്നു. അല്ലെങ്കിൽ ശരി മോൾട്ടി ഒരു കാര്യം ചെയ്യും, സന്ധി ഇരുട്ടാനായി, എന്തായാലും മോൾട്ടിയുടെ വീട്ടിലേക്ക് പോകാൻ നോക്ക് എന്ന് പറയുന്നു. നീ ആരാടാ അത് പറയാനായിട്ട്? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, സാറിൻ്റെ ജീവിതചരിത്രം അനുസരിച്ച് പെൺകുട്ടികളെ കണ്ടാൽ വഴിയിൽ തടഞ്ഞ് സംസാരിക്കുന്നൊരു സ്വഭാവം അനിരുദ്ധൻ സാറിന് പണ്ടേ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ട് കാര്യങ്ങളാണ്. അങ്ങനത്തെ പെൺകുട്ടികളെ വലയിൽ വീശാൻ നീ നിൽക്കണ്ട എന്ന് പറയുന്നു. പിന്നെ കരീം സാഹിബ് ആരാണെന്നുള്ളത് നിന്നെയല്ല നിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് വരെ അറിയാം. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് കൊള്ളാം. ഈ കുട്ടി അങ്ങ് വെറുതെ വിട്ടേക്കെന്ന് പറയുന്നു. നിൻ്റെ ഏത് വിളച്ചിലും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല അങ്ങനെ പറയുന്നു. അപ്പോഴത്തേനും അനിരുദ്ധൻ എന്തായാലും അദ്ദേഹത്തോട് മത്സരിക്കാനായിട്ട് നിൽക്കുന്നില്ല, അങ്ങനെ പോവാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ കൺമണിയോട് ഒരു ബൈയൊക്കെ പറയുന്നുണ്ട് കേട്ടോ കരീം സാഹിബ്. അതിനുശേഷം തന്നെ ആൻറ്റിയമ്മയും അതുപോലെ മാനസിയാണ് കാണിക്കുന്നത്. രണ്ടുപേരും കൂടി എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു സെലിബ്രേഷൻ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണിയെ പിരിച്ചു വിടണം, പുതിയൊരു ഡിസൈനറെ ഞാൻ നാളെ വരുത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കൺമണിയുടെ അമ്മായിമാരും സ്ഥലം വിടാൻ സമയമായി എന്ന് പറയുന്നു. അപ്പോഴത്തേനും ശേഷത്തിൻ്റെ പിന്നീട് പറയുന്നുണ്ട്, എനിക്ക് ഷുഗർ ആയാലും സാരമില്ല, ഇന്നത് കുടിച്ചിട്ടേ കാര്യമുള്ളൂ, എല്ലാത്തിനും ഒരു പ്രതിവിധിയായി തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും കൃഷ്ണന് കുറച്ച് സ്നേഹമൊക്കെ തോന്നിയിട്ടുണ്ട്. എന്തായാലും അത് വെച്ചിട്ട് തന്നെ കൺമണിയും അതുപോലെ തന്നെ അമ്മമാരെയും പുറത്താക്കാൻ ഞാൻ ശ്രമിച്ചോളാം എന്നൊക്കെ രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് തന്നെയാണ് വേണ്ടതെന്ന രീതിയിലും ആദ്യമ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ദേവജിയും അതുപോലെ തന്നെ കൺമണിയായിട്ടാണ് കാണിക്കുന്നത്. ദേവജിയും കൺമണിയും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. കൺമണിയോട് പറയുന്നുണ്ട്, എന്ത് പറ്റി കൺമണി ഈ ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമിക്കുന്നതെന്ന് പറയുന്നു. അപ്പോഴത്തേനും എൻ്റെ വീടിൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് സാർ എന്ന് പറയുന്നു. അതെന്തിനാണ് കൺമണി വിഷമിക്കുന്നത്? കൺമണിക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീടും സ്ഥലവും കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. വൈകിട്ട് നല്ലൊരു പ്രമോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.